നമ്മൾ കാണുന്ന ഒരു ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കളും ഹിന്ദുക്കളല്ലാത്തവരും എന്ന് ജനങ്ങളെ വിഭജിക്കുകയും ഹിന്ദുക്കളല്ലാത്തവരെ രണ്ടാംകിട പൗരന്മാരായി പൗരാവകാശം തന്നെ ഇല്ലാത്തവരായി ഇവിടെ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന ഒന്ന് എന്ന നിലയിൽ നാം ഹിന്ദുത്വത്തിനെ ഇപ്പോൾ വിശദീകരിക്കാറുണ്ട്. ഭാഗവതൻ്റെ പുതിയ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്താണ്? അഹിന്ദു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടെ ഗർഭത്തിലൊരു കുട്ടിയെ ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ തന്നെ തുടങ്ങുന്ന പൂജാ ചടങ്ങുകളിലൂടെ ആരംഭിക്കുന്ന ഒന്നാണ്. ഇത് അവസാനിക്കുന്നത് മരണത്തിൽ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അച്ഛനും അമ്മയും ബ്രാഹ്മണരാകണമെന്നതിന് വളച്ചു കെട്ടി പറയുന്ന പരിപാടിയാണിത്. ഈ നിയമങ്ങൾ പാലിച്ച് ഒരു അവർണനോട് അപേക്ഷ സമർപ്പിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രാഹ്മണ്യ വിരുദ്ധമായി ആരംഭിച്ച ഒരു പൗരോഹിത്യ പാരമ്പര്യം നമ്മളുടെ ഈ വളരെ പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പോലും ഏതാനും നാളുകൾ കൊണ്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി നമ്മൾ ആരും തന്നെ അറിയാതെ വൻതോതിൽ ബ്രാഹ്മണവൽക്കരിക്കുകയാണ്. ആദിവാസികളുടെ ഇടയിൽ വനവാസി കല്യാണാശ്രമം പോലുള്ള RSS സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക അധിനിവേശം അത് അങ്ങേയറ്റം ഭീകരമായ ഒന്നാണ്. ഹിന്ദു മലയരയ എന്ന് പറയുന്ന വിഭാഗം ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യപരമായി ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും സമൂഹം തന്നെ വളരെ ശക്തമായ അവരുടെ ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ആ സമുദായം എത്രമാത്രം അടിത്തട്ടിൽ പോലും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അവരുടെ സമുദായത്തിൻ്റെ കൊടി വരെ കാവിക്കൊടിയാണ് ഇപ്പോൾ. ഇവിടെ സമുദായം തന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ആര് കയറിയതിനെ പറ്റിയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് മന്ത്രിസ്ഥാനമുള്ളത്, MLA സ്ഥാനമുള്ളത്, ക്യാബിനറ്റിൽ പങ്കുള്ളത്, അവിടുത്തെ IAS കാരിലുള്ളത്, IPS കാരിലുള്ളത്, പോലീസിലുള്ളത്, പട്ടാളത്തിലുള്ളത്. ഈ സമയത്ത് സമുദായം അവിടെ കയറണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇതെവിടെ നമ്മൾ പറയുന്നതെന്ന് ആലോചിക്കണ്ടേ? ഈ പ്രബല സമുദായങ്ങൾ എന്നൊക്കെ പറയുന്നതിൽ ഏത് സമുദായങ്ങളാണ് ഈ പ്രബല സമുദായം എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഇരിക്കുന്ന പലരുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. കഴിഞ്ഞ ചർച്ചയുടെ അവസാനം കേട്ട ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ കയറിപ്പോയത് ഒരു സമുദായ പ്രീണനമാണെന്നും അത് നമ്മുടെ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നൊക്കെ ശക്തമായ അഭിപ്രായം നിങ്ങൾക്കിടയിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇത് പൊതുസമൂഹത്തിൽ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു അഭിപ്രായമായിരിക്കാം. അത് ശരിയാണ്. ഒരു സമുദായ നേതാവിനെ ഇത്തരത്തിൽ കാറിൽ നമ്മളുടെ മുഖ്യമന്ത്രി സൽക്കരിച്ച് കൊണ്ടുപോകാൻ പാടുണ്ടോ എന്നൊരു ചോദ്യമാണ്. ശരിയാണ്. നിങ്ങളുടെ ധാർമ്മിക രോഷം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ആരൊക്കെയാണ് അംഗങ്ങളെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന്. PSC പരീക്ഷ എഴുതുന്നവരല്ല എങ്കിലും എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറിപ്പോയത് തെറ്റാണെങ്കിൽ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട്, പേര് KB ഗണേഷ് കുമാർ എന്നാണ്. അദ്ദേഹത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലായിരിക്കാം. അദ്ദേഹം 2001 ആൻ്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 2011 അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നിലവിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അതായത് ഇരു മുന്നണികൾക്കും വ്യത്യസ്ത കാലങ്ങളിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി ഇതാണ്: അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട IPS കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, ഡോമിനൻ്റ് കാസ്റ്റ് ആയ സമുദായത്തിൻ്റെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ ഡയറക്ടർ ബോർഡിലെ അംഗമാണ്. ഈ കാര്യം നിങ്ങൾക്ക് അറിയാമോ? അല്ല, വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറിപ്പോയത് പ്രശ്നമാണല്ലോ. കാറിൽ കയറി 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ പെട്രോൾ കാശ് ലാഭം കിട്ടിയിട്ടുണ്ടാവും മുതലാളിക്ക് എന്നുള്ളത് കവിഞ്ഞ് എന്ത് ഉപകാരമാണ് ഈഴവ സമുദായത്തിനുള്ളതെന്ന് നിങ്ങൾ പറയണം. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങളൊന്ന് ഓർക്കണം. ഇന്നിപ്പോൾ ഞാൻ പറയുന്നതിൽ സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക, nss.org.in, അതാണ് NSSൻ്റെ വെബ്സൈറ്റ്. ഒന്ന് കയറി പരിശോധിക്കുക. അപ്പോൾ ഒരു സമുദായത്തിൻ്റെ, അതും ഒരു പ്രബല സമുദായത്തിൻ്റെ നേതാവായിരിക്കുന്ന ഒരു വ്യക്തി നിലവിൽ നേതാവായിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ എല്ലാ ബുധനാഴ്ചയും ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നതിൽ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ലാതിരിക്കുകയും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കൂടെ കാറിൽ കയറിയത് വലിയ പ്രശ്നമാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമുദായികതയെ മനസ്സിലാക്കുന്നതിൽ എന്തോ വലിയ തകരാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഈ സാമുദായികതയെ മനസ്സിലാക്കുന്നതിൽ എന്തോ വലിയ തകരാറുണ്ട്.
കാരണം കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ വരുന്ന സമയത്ത് ആ മന്ത്രിസഭയിൽ, ഞാനിത് സംസാരിക്കാൻ വന്ന വിഷയമല്ല കേട്ടോ, കാരണം ഇവിടെ സാന്ദർഭികമായി പറഞ്ഞു പോകുന്നതാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ വരുമ്പോൾ അതിൽ ഒരു വലിയ സമുദായത്തിൻ്റെ ഒരു വലിയ നേതാവ് അംഗമാണ്. ആ നേതാവ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ചാത്തമാഷാണ്. ഇപ്പോൾ എൻ്റെ നാടായ തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിൽ 5000-ഓളം പുലയരെ സംഘടിപ്പിച്ച് വലിയ സമരം നയിക്കാൻ ശേഷിയുള്ള ഒരു ഉജ്ജ്വലനായ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇതിലൂടെ വരുന്നത്. അത് മറ്റൊന്നാണ്. അതായത് കേരളത്തിലെ കീഴ്ത്തട്ട് സമൂഹങ്ങളെയും മേൽത്തട്ട് സമൂഹങ്ങളെയും നിങ്ങൾ ഒറ്റക്കോളത്തിൽ സമുദായ സംഘടനകൾ എന്നെല്ലാം പറഞ്ഞ് മാറ്റി നിർത്തുകയാണെങ്കിൽ അതിന് ഇവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ സമൂഹത്തിൻ്റെ ഇതിനെ അടക്കി ഭരിക്കുന്ന, ഇതിലെ മേധാവിത്വം വഹിക്കുന്ന, ഇതിൽ അധീശ ശക്തികളായി നിലകൊള്ളുന്ന സമുദായങ്ങളെയും അവരോട് ചരിത്രപരമായി തന്നെ പൊരുതുകയും പോരാടുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന സമുദായങ്ങളെയും അവരുടെ പ്രതിരോധങ്ങളെയും ഇവരുടെ അധീശത്വത്തെയും ഒരേ ബൈനറിയിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മളുടെ മനസ്സിലാക്കലിൻ്റെ അത്തരത്തിലുള്ളൊരു മനസ്സിലാക്കൽ രീതിയെ തന്നെ പൊളിച്ചെഴുതാതെ ഇവിടുത്തെ സാമുദായിക പ്രശ്നങ്ങളെയോ സാമൂഹ്യ നീതിയെ സംബന്ധിച്ച പ്രശ്നങ്ങളെയോ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് പ്രബല സമുദായങ്ങളായ മുസ്ലിം സമുദായവും നായർ സമുദായവും എന്ന് പറഞ്ഞാൽ എനിക്കത് സമ്മതമല്ല. കേരളത്തിൽ നായർ സമുദായം, സുറിയാനി, ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളാണ്. പക്ഷേ രണ്ടും ഒരേ സാമൂഹ്യ സ്ഥിതിയിലുള്ളവരല്ല. ഒന്ന് ഒരു പിന്നോക്ക വിഭാഗമാണ്, മറ്റൊന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ സാംസ്കാരികമായി പറഞ്ഞാൽ തന്നെ ഞങ്ങൾ നമ്പൂതിരിമാരുടെയോ സവർണരുടെയോ പിൻഗാമികളാണ് എന്ന് വംശീയമായി തന്നെ അവകാശപ്പെടുന്ന, ഈ നമ്പൂതിരി മക്കൾ എന്ന പദവി ഞങ്ങൾക്കുണ്ട് എന്ന് വംശീയമായി തന്നെ അവകാശപ്പെടുന്ന ഒരു പ്രബലമായ ഒരു വിഭാഗമാണ്. മറ്റേത് അത്തരത്തിലല്ല, അവരൊരു പിന്നോക്ക വിഭാഗമാണ്. അത് നമ്മൾ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെന്ന് നമ്മൾ കണ്ടെത്തി അത്തരത്തിൽ അവർക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് നമ്മളുടെ നിയമനിർമ്മാണ സഭകൾ വഴി നമ്മളുടെ ഭരണഘടനയുടെ പരിരക്ഷകൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയ സമുദായങ്ങളാണ്. രണ്ടിനെയും ഒരേ നിലക്ക് കാണരുത്. അപ്പോൾ നമ്മളുടെ എല്ലാ സമുദായ വിമർശനവും വെള്ളാപ്പള്ളി നടേശനിലും CK ജാനുവിലും അവസാനിക്കുകയാണ്. ഇതിന് മുമ്പിലോ മുകളിലുള്ളവർ സുരക്ഷിതരാണ്. കേരളം നേടിയ എല്ലാ തരത്തിലുള്ള ഈ നവോത്ഥാന മുന്നോട്ട് പോക്കുകളെയും അട്ടിമറിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ പോലും കേരളത്തിലെ ഹൈക്കോടതിയിൽ കേസുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ എത്ര പേർ അതിനെപ്പറ്റി ബോധവാന്മാരാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കട്ടെ, കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു മീഡിയയെ വളരെ നല്ല രീതിയിൽ, വളരെ മികച്ച രീതിയിൽ തൻ്റെ വൈഭവം ഉപയോഗിച്ച് മീഡിയയെ എപ്പോഴും തൻ്റെ വലയത്തിന് ചുറ്റും നിർത്തുന്ന ഒരു തന്ത്രശാലിയായ പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായും നമ്മൾ വിമർശിച്ചാലും അദ്ദേഹത്തെ പുകഴ്ത്തിയാലും അദ്ദേഹത്തിന് രണ്ടും സ്വീകാര്യമാണ്. കാരണം ആ മീഡിയ സ്പേസ് നിലനിർത്തുക എന്നതിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുകഴ്ത്തിയാലും തികഴ്ത്തിയാലും എന്ത് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നതല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ഈ ഹിന്ദു മതത്തിലെ ബ്രാഹ്മണികമായ വിശ്വാസങ്ങളെ അതിൻ്റെ പുനരായനത്തിന് വേണ്ടി ഇപ്പോഴും ഇവിടെ ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളെപ്പറ്റി നമുക്ക് എത്രമാത്രം അറിവുണ്ടെന്നുള്ള ചോദ്യമാണ്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു. ഈ ബ്രാഹ്മണ്യത്തിൻ്റെ അവരുടെ കുത്തകാവകാശത്തെ, ദൈവാധികാരത്തെ, ദൈവത്തിനു മേലുള്ള അവരുടെ കുത്തകതയെ ചോദ്യം ചെയ്തു, തകർത്തു. പിന്നീട് അരുവിപ്പുറത്ത് നിന്ന് ആരംഭിച്ച് അവിടെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയും കടഞ്ഞ് മംഗലാപുരത്ത് വരെ അദ്ദേഹം പോയി പ്രതിഷ്ഠകൾ നിർവഹിച്ചിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്ന ആ സ്ഥാപനത്തോട് നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെന്ന് അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ആത്യന്തിക ബലമെന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ കുത്തകയാണ് ദൈവമെന്ന ആ സങ്കല്പം അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ശ്രീനാരായണ ഗുരു ഒക്കെ കൂടെ പണിയെടുത്ത് ഈ ദൈവാധികാരം ബ്രാഹ്മണ്യത്തിൻ്റെ കുത്തകയിൽ നിന്ന് മോചിപ്പിച്ചുവെങ്കിൽ, അങ്ങനെ മോചിപ്പിച്ച ആ ബ്രാഹ്മണ്യത്തിൻ്റെ ഈ പൗരോഹിത്യ അധികാരത്തെ കോടതികൾ വഴി, നിയമം വഴി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ആഴ്ച പോലും കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ നടന്ന കേസ് നമ്മൾക്കറിയാമോ? കേരളത്തിലെ തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ സംഘടനയാണ് ഈ കേസ് കൊടുത്തത്. നമ്മളുടെ ഈ ഇലക്ഷൻ പോക്കാലത്തെ പറ്റിയുള്ള ചർച്ചയിൽ ഈ ബ്രാഹ്മണ സഭയും ബ്രാഹ്മണരുടെ തന്ത്രി സമാജത്തിൻ്റെ നേതാക്കന്മാരും അവരുടെ പരിശ്രമങ്ങളും വന്നോ? അവരുടെ പേര് നിങ്ങൾക്കറിയോ? ഒരാൾക്കും അറിയില്ല. കേരളത്തിലെ ഒരു യുക്തിവാദിക്കും ഈ തന്ത്രി സമാജത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരറിയാൻ സാധ്യതയില്ല, സെക്രട്ടറിയുടെ പേരറിയാൻ സാധ്യതയില്ല. ഈ എറണാകുളംകാരനാണ് ഇതിൻ്റെ ഒരു ഭാരവാഹി പ്രസിഡൻറ്റ്. സെക്രട്ടറി ഒരു മലബാറിൽ നിന്നുള്ള ഒരാളാണ്, അവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ്. നമുക്കറിയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേരളം ഭരിക്കുന്ന
കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ ദേവസ്വം ബോർഡ് നമ്മളുടെ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ബ്രാഹ്മണരുടെ ഒരു പ്രത്യേക ക്ലാസ്സാണെന്നാണ്. മനസ്സിലായോ? അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ ശാന്തിയായി ജന്മ ബ്രാഹ്മണരെ മാത്രമേ നിയമിക്കാവൂ എന്ന് പറയുന്ന, മലയാള ബ്രാഹ്മണരെ മാത്രമേ നിയമിക്കാവൂ എന്ന് പറയുന്ന സർക്കാരിനെ കൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി പറയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രബല ഗ്രൂപ്പായി ഇവർക്ക് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നു? അപ്പോൾ ജനസംഖ്യയുടെ കോളത്തിലല്ല, മീഡിയയിൽ കിട്ടുന്ന സ്പേസിലല്ല, മറ്റ് സർക്കാരിൻ്റെ പോലും ഭരണഘടനാ വിരുദ്ധമായി പോലും നയങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇപ്പോഴും ഇവിടുത്തെ പൗരോഹിത്യവും ഉന്നതമായ ജാതി വിഭാഗങ്ങളുടെ അവരുടെ സ്വാധീനവും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കണക്കിലെടുക്കാതെ എപ്പോഴും വിവാദ പ്രസ്താവനകൾ നടത്തുന്ന, ചിലപ്പോഴൊക്കെ മണ്ടൻ പ്രസ്താവനകളോ ഇത്തരത്തിൽ മീഡിയ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള അതിവാദങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ മാത്രം കണ്ട് അവരെ കല്ലെറിഞ്ഞ് നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ് എന്ന വലിയ വിമർശനം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ട്. അത് പൊതുവെ ഈ പറയുന്ന നിങ്ങൾ യുക്തിവാദി സംഘത്തോടുള്ള വിമർശനം എന്നുള്ള നിലയ്ക്കല്ല, പൊതുവെ നമ്മളുടെ സമൂഹത്തിലെ മൊത്തം സ്ഥിതി ഇതാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ സമുദായങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നായർ സമുദായത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വളരെ ചുരുക്കി പറയാം. ഈ സമുദായങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ സാമൂഹ്യ ഘടനയിലുണ്ടായ വലിയ മാറ്റം എന്ന് പറയുന്നത്, കേരളത്തിലെ ഹിന്ദു എന്ന് ഇപ്പോൾ വിളിക്കുന്ന, അതൊരു സെൻസസ് നിർമ്മിത മതമാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ആ ഹിന്ദു മതത്തിലെ വ്യത്യസ്തങ്ങളായ ജാതി വിഭാഗങ്ങൾ, ഈ ജാതി എന്ന് പറയുന്ന ചെറിയ ജാതിക്കകത്ത് തന്നെയുള്ള ഉപജാതി വിഭാഗങ്ങളായി നിലനിൽക്കുന്ന ഈ ഉപജാതി വിഭാഗങ്ങൾ തമ്മിൽ പോലും തൊടലോ വിവാഹമോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലോ പോലും ഇല്ലാത്ത തരത്തിലുള്ള വിചിത്രമായ സാമൂഹ്യ ആചാരങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം മാറി കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്ത് തന്നെ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പതിറ്റാണ്ടുകൾക്കകത്ത് തന്നെ ഈ ഉപജാതി വിഭാഗങ്ങളിൽ നിന്നും കുതറിമാറി അവർ ഒരു സാമുദായികത, കുറച്ചുകൂടെ വിശാലമായ ഒരു സമുദായമായി സ്വയം അഴിച്ചു പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ രണ്ട് സമുദായ നിർമ്മിതികൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് നായർ എന്ന് നമ്മളിന്ന് പറയുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച NSS ഒക്കെ പറയുന്ന നായർ സമുദായത്തിൻ്റെ ഒരു സമുദായവൽക്കരണം. ഈ സമുദായവൽക്കരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നായർ എന്ന് പറയുന്നത് ഒറ്റ ജാതിയല്ല, പല ജാതികളായിട്ട് നിന്നിരുന്ന നായന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ നായർ ജാതികൾ, ഇപ്പോൾ നായർ ജാതി വിഭാഗങ്ങളെല്ലാം തന്നെ പല അവരുടെ ഉപജാതി സ്വത്വങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സമാനമായ സമുദായമായി സംഘടിക്കുക എന്ന് കരുതുന്നു. അത് വലിയ ഗുണപരമായ മാറ്റം കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒന്നാണ്. ഞാൻ ചെറുതായി ഒന്ന് പറഞ്ഞു പോകാം. ഈ നായർ എന്ന് പറയുന്ന പദം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നായന്മാരിൽ ഈ കിരിയവും വെള്ളായ്മയും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. അത് ഒന്ന്, ഈ കിരിയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മലബാറിലാണ് അങ്ങനെ പറയുന്നത്, ഉയർന്ന ജാതി നായന്മാരെ പറ്റി പറയുന്നതാണ്. അതിനെ തന്നെ കൊച്ചിയിൽ വെള്ളായ്മ എന്ന് പറയും. പിന്നെ ഇല്ലത്ത് നായരും സ്വരൂപത്തിൽ നായരും ഉണ്ട്. ഇല്ലത്ത് നായർ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്പൂതിരിമാരുടെ ക്ഷത്രിയരുടെയൊക്കെ വീടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള സ്വരൂപത്തിൽ നായന്മാർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഇതിന് ശേഷമുള്ള ആളുകൾ, ഈ പറയുന്ന ഇല്ലത്ത് നായരും സ്വരൂപത്തിൽ നായരും, അതിന് ശേഷം വരുന്ന നായന്മാരെയാണ് അതിൽ നായർ എന്ന് മാത്രമുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നായർ എന്ന് പറയുന്ന പദം ഈ വിധം സ്ഥാനമൊന്നും കിട്ടാത്ത, നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ സ്ഥാനങ്ങളൊന്നും കിട്ടാത്ത സാധാരണ നായന്മാർ തങ്ങളുടെ പേരോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് നായർ എന്ന സ്ഥാനം ചേർക്കുന്നത്. അതായത് അവർക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള വലിയ പദവികളൊന്നുമില്ല, അവരാണ് സാധാരണയായിട്ട് നായർ എന്ന പദം ചേർക്കുന്നത്. പിന്നെ ഈ രാജാവ് കൊടുക്കുന്ന കുറേ പദവികളുണ്ട്. അച്ഛൻ, കർത്താവ്, കൈമൾ, മന്നടിയാർ, പ്രഭുക്കന്മാർക്കുള്ള സ്ഥാനപ്പേരുകളാണ് ഇതൊക്കെ. അതിനുശേഷം പണിക്കര്, കുറുപ്പ്, കുറുപ്പാൾ എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കളരിയൊക്കെ വീട്ടിലുള്ള ആളുകൾക്കുള്ളതാണ്. ഈ മേനോൻ എന്ന് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? അത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എഴുത്തും വായനയൊക്കെ അറിയുന്ന, കണക്കെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടോ സർക്കാരിലൊക്കെ എഴുത്ത് ജോലികൾ ചെയ്യുന്ന നായന്മാരാണ് ഈ മേനോനായി മാറുന്നത്. അതൊരു പദവിയാണ്. ഇപ്പോൾ നായർ കഴിഞ്ഞ ഇപ്പോൾ എൻ്റെയൊക്കെ അറിവിൽ തന്നെ കഴിഞ്ഞ തലമുറയിൽ മുത്തശ്ശന്മാരുടെയൊക്കെ പേരിൻ്റെ ഒപ്പം നായർ എന്ന് ചേർത്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോഴെന്താണ് ചേർക്കുന്നത്? അതിൻ്റെ തൊട്ടടുത്ത തലമുറ ജാതി പേരെ ഉപേക്ഷിച്ച തലമുറയായിരുന്നു. ഇപ്പോൾ തലമുറയാണെങ്കിൽ മുത്തച്ഛൻ്റെ നായർ ഉപയോഗിക്കുന്നില്ല. അച്ഛൻ്റെയൊക്കെ ആളുകളുടെ തലമുറയിൽ ജാതി പേര് ഉപേക്ഷിച്ചതിനും കൂടെ ഇല്ല, അവർ അതിന് പകരം മേനോൻ എന്നാണ് പേരിൻ്റെ ഒപ്പം ചേർക്കുന്നത്. അത് ഈ നിലയിൽ നോക്കിയാൽ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാലല്ല. കാരണം എന്താണ്? എഴുത്ത് വായന അറിയാമല്ലോ.
ഇപ്പോൾ എഴുത്തും വായന അറിയുന്ന, കണക്കെഴുതാൻ അറിയുന്ന ആളുകൾ ആണ് മേനോന്മാരെങ്കിൽ അവർ ഇപ്പോൾ മേനോനായി എന്ന് പറയാം. അത് അവിടെ നിൽക്കട്ടെ. ജാതി പേര് ചേർക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടല്ല ഞാനീ പറയുന്നത്. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ സ്ഥാനം, അതായത് ഈ മേനോൻ എന്ന് പറയുന്ന സ്ഥാനം ഇക്കാലങ്ങളിൽ പല ആളുകളും സ്വയമായി എടുത്തണിയുന്ന ഒരു കാര്യമാണ് എന്ന് ഭാസ്കരനുണ്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനം എഴുതാൻ അദ്ദേഹം ആഗ്രഹിച്ചൊരു പുസ്തകമാണ് നമ്മുടെ കേരളം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എന്നുള്ള പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നതാണ് ഈ സ്ഥാനം സ്വയമായിട്ട് ഇപ്പോൾ എടുത്ത് അണിയുന്നതിനെക്കുറിച്ച്. പിന്നെ ഇതിന് ശേഷം താഴ്ന്ന ജാതിയിൽപ്പെട്ട ശൂദ്രന്മാരായിട്ടുള്ള ഈ പറയുന്ന അവർണരല്ല, അതേസമയം തന്നെ എന്താണ് നായന്മാരിൽ നിന്ന് തൊട്ട് താഴെയാണ് എന്ന് പറയുന്ന സവർണ വിഭാഗത്തിൽ വരുന്ന കുറച്ച് ആളുകൾ കൂടെയുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ. അപ്പോൾ ഈ പറയുന്ന അതിന് ശേഷം വരുന്ന ആളുകളെ ഉപേക്ഷിച്ചുകൊണ്ട്, അതായത് ഈ വെളുത്തെടുത്ത നായർ അങ്ങനെയുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, എങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ നായർ വ്യത്യസ്തങ്ങളായ ഏകദേശം 100ഓളം വരുന്ന ഉപവിഭാഗങ്ങളെ ഒറ്റ വിഭാഗമായി ഉൾക്കൊണ്ടുകൊണ്ട് നായർ എന്ന് പറയുന്ന ഒരു സ്വത്വം രൂപീകരിക്കുകയും അങ്ങനെ ഒരു സമുദായമായി അവർ മാറുകയും ചെയ്യുന്നു. ഈഴവ സമുദായത്തിലും ഇതേപോലുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മൂലൂർ പത്മനാഭ പണിക്കർ തന്നെ പറയുന്നുണ്ട്. മൂലൂരല്ല, നമ്മുടെ CV കുഞ്ഞിരാമൻ തന്നെ പറയുന്നുണ്ട്, തണ്ടാൻ പണിക്കൻ എന്നുള്ള തണ്ടും കൊണ്ട് നടക്കണം. എന്നിട്ട് എന്താണ്, അങ്ങനെ ഈ തണ്ടും കൊണ്ട് നടക്കുമ്പോഴും എന്താണ്, വൈകുന്നേരം കുറച്ച് മദ്യം സേവിക്കുകയും പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദങ്ങൾ ജയിക്കട്ടെ എന്ന്, സ്വാമി പാദം ജയിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കുമാരനാശാൻ തന്നെ ജാതിയിൽ താഴ്ന്നൊരു ഈഴവനായിരുന്നുള്ളതിൻ്റെ പേരിൽ ഈ പറയുന്ന വലിയ പ്രൗഢികളായിട്ടുള്ള അഭിമാനികളായിട്ടുള്ള ഈഴവരുടെ വീടുകളിലെ സദ്യയ്ക്ക് പോലും അദ്ദേഹത്തിന് പ്രവേശനം ഇല്ലാത്തിരുന്ന കാലമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ ഉപജാതി സ്വത്വങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് സമുദായം എന്ന നിലയ്ക്ക് രൂപീകരിക്കപ്പെടുകയാണ്. ദളിത് ചിന്തകരിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ദളിത് സമൂഹത്തിന് ഇപ്പോഴും കേരളത്തിൽ ഒരു മുന്നോട്ട് പോക്കിന് അവരെ തടഞ്ഞു നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട തടസ്സങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ദളിതർക്കിടയിൽ സമുദായ രൂപീകരണം ഈ അർത്ഥത്തിൽ നടക്കാതെ പോയി എന്നുള്ളതുകൊണ്ടും ഈ 10% വരുന്ന ജനത ഇപ്പോഴും വ്യത്യസ്തങ്ങളായ ചെറിയ ജാതി വിഭാഗങ്ങളായി വിഘടിച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ആണ് അവരുടെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ വളരെ സങ്കീർണമായൊരു വിഷയമാണത്. അതിലേക്ക് കടക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത്തരത്തിൽ സമുദായങ്ങൾ രൂപപ്പെടുന്നു. ഈ സമുദായങ്ങൾ എങ്ങനെയാണ് ഹിന്ദു മതത്തെ കണ്ടത്, ഹിന്ദു മതം അഥവാ ഈ പറയുന്ന ബ്രാഹ്മണരുടെ മേധാവിത്വത്തെ കണ്ടത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് പറയാനാകും, ഈ സമുദായ രൂപീകരണ ഘട്ടത്തിൽ അഥവാ അതിനു മുമ്പുള്ള ഘട്ടത്തിൽ കൃത്യമായി ബ്രാഹ്മണ്യത്തോട് മുഖാമുഖം പൊരുതിയ ഒരു പാരമ്പര്യം അവർക്കുണ്ട്. ബ്രാഹ്മണ്യത്തോട് എതിരിട്ടുകൊണ്ട് തന്നെയാണ് ഇവരുടെ സാമുദായികതയെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ബ്രാഹ്മണ്യത്തിനോടുള്ള ഇവരുടെ എതിർപ്പ് അത് വിഭവാധികാരം സംബന്ധിച്ചായിരിക്കാം. ഇപ്പോൾ നായർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് അവർ തലയെണ്ണി തന്നെയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഇത്ര പേരുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് തിരുവിതാംകൂറിൽ പ്രാതിനിധ്യമില്ല എന്ന വാദം ഇവർ നമ്മളുടെ മലയാളി മെമ്മോറിയൽ മുന്നോട്ട് വയ്ക്കുന്നത് കാണാം. അവിടെ ബ്രാഹ്മണ്യത്തോടുള്ള ഒരു എതിർപ്പ് ശക്തമാണ്. പ്രത്യേകിച്ച് പരദേശി ബ്രാഹ്മണ്യത്തോട് ഉള്ളവരുടെ വിയോജിപ്പ് അതികഠിനമാണ്. ഇതെല്ലാം കാണാം. ഈഴവ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ്. ഇവർ ഒരു പരിധി കൂടെ മുന്നോട്ട് പോയി അവർണ സമുദായം എന്ന നിലയ്ക്ക് ഇവർക്ക് സവർണതയോട് വർണ്ണവ്യവസ്ഥയുടെ ആദ്യത്തെ 4 തട്ടിൽ നിൽക്കുന്ന ആളുകളോടുള്ള ഇവരുടെ ആ ആശയധാരയോട് തന്നെയുള്ള ഇവരുടെ അതിശക്തമായ എതിർപ്പും വിയോജിപ്പും ഞങ്ങളതിൽ പെട്ടവരല്ല എന്നുള്ള പ്രഖ്യാപനവും നമുക്ക് ഇവിടെ കാണാം. ഈ എതിർപ്പുകളെയാണ് അടുത്ത ഘട്ടത്തിൽ പതിയെ ഇല്ലാതാക്കുന്നതും ഇവർ ഹിന്ദു മതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന നിലയിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതും. അതിന് പിന്നിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, അതിപ്പോൾ RSSൻ്റെ രൂപീകരണത്തിലും തുടങ്ങുന്നതല്ല, അതിനു മുമ്പേ തന്നെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ വലിയ ഒരു പരിശ്രമം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പേ നടക്കുന്നുണ്ട് എന്നർത്ഥം. അതിപ്പോൾ ഏറ്റവും ശക്തമായി നിൽക്കുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രസ്താവന, ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. ബാംഗ്ലൂരിലാണ് സംസാരിക്കുന്നത്. ഭാരതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഹിന്ദുക്കൾക്കാണ്. എന്താണ് നമ്മുടെ രാജ്യം? ബ്രിട്ടീഷുകാരല്ല നമുക്ക് രാജ്യം തന്നത്. നമ്മൾ പുരാതനമായൊരു രാഷ്ട്രമാണ്. നമുക്കൊരു അടിസ്ഥാന സംസ്കാരമുണ്ട്. അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു വാക്കും ഹിന്ദു എന്ന
പദത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഭഗവതിൻ്റെ വാദങ്ങളിലൊന്ന്. രണ്ടാമതായിട്ട്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ്. ഒന്നുകിൽ അവർക്ക് ഇതറിയില്ല, അല്ലെങ്കിൽ അവരെ ഇത് മറക്കാൻ പ്രേരിപ്പിക്കുന്നു. തങ്ങളുടെ ഗോത്രങ്ങൾ സംരക്ഷിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഞാൻ കാണുന്നുണ്ട്. അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലൊക്കെ ഉള്ള പോലെ ഞങ്ങൾ ഇന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ഇന്ന വിഭാഗത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തവരാണെന്നുള്ള വംശാവലി സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവരാണെന്നുള്ള ആ ഗോത്രം ഇപ്പോഴും സംരക്ഷിക്കുന്നതാണെന്ന് ഞാൻ കാണുന്നുണ്ട്. അതിനാൽ ആരും അഹിന്ദുവല്ല, ഹിന്ദുവായിരിക്കുക എന്നതിനർത്ഥം ഭാരതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ്. അതുകൊണ്ട് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നു. നമ്മൾ വ്യവസ്ഥ ചെയ്യുന്ന ഒന്നുമായും ഒരു വ്യവസ്ഥയുമായി ഇതിന് വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കാണുന്ന ഒരു ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കളും ഹിന്ദുക്കളല്ലാത്തവരും എന്ന് ജനങ്ങളെ വിഭജിക്കുകയും ഹിന്ദുക്കളല്ലാത്തവരെ രണ്ടാംകിട പൗരന്മാരായി, പൗരാവകാശം തന്നെ ഇല്ലാത്തവരായി ഇവിടെ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന ഒന്ന് എന്ന നിലയിൽ നാം ഹിന്ദുത്വത്തിനെ ഇപ്പോൾ വിശദീകരിക്കാറുണ്ട്. ഭാഗവതൻ്റെ പുതിയ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്താണ്? അഹിന്ദു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല, അവരംഗീകരിക്കുന്നില്ല. അഹിന്ദു എന്നൊന്നില്ല. ഇവിടെയുള്ളതെല്ലാം എന്താണ്? ഹിന്ദുക്കളാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളാവും, മുസ്ലിങ്ങളാവും, നിങ്ങൾ ജൈനരോ സിഖുകാരോ ആകാം, നിങ്ങൾ ആരായാലും ശരി, നിങ്ങളെല്ലാവരും ആരാണ്? ഹിന്ദുക്കളാണ്. അതിന് കാരണം നിങ്ങളിവിടുത്തെ ഈ നാട്ടിൽ ജനിച്ച് വളർന്നവരാണ്, ഇവിടുത്തെ പിൻഗാമികളാണ്. ഇത്രയും കാലം നമ്മൾ അവരെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്ന വാദമാണ് ഇതിൽ പലതും. കാരണം ഇവിടെയുള്ള ക്രിസ്ത്യാനികളോ ഇവിടെയുള്ള മുസ്ലിങ്ങളോ പുറമേ നിന്ന് വന്നവരല്ല, മറിച്ച് ഈ നാട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ചവരുടെ പിൻഗാമികളാണ് എന്ന വാദമാണ് പറയുന്നത്. ആരെങ്കിലും പുറമേ നിന്ന് വന്നവരാണെങ്കിൽ ഏറ്റവും അവസാനം പുറമേ നിന്ന് വന്നവരുടെ പിൻഗാമികൾ ഈ പറയുന്ന ബ്രാഹ്മിൺസാണ്. ഈ പറയുന്ന ഈ ചിത്പാവൻ ബ്രാഹ്മിൺസും ആളുകളൊക്കെയാണ് ഏറ്റവും അവസാനം ഇവിടേക്ക് വന്നവരെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയുള്ള തദ്ദേശീയ ജനതയുടെ തന്നെ പിൻഗാമികളാണ് ഇവിടെ ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഈ പറയുന്ന മുസ്ലിം മതത്തിലും എല്ലാം വിശ്വസിക്കുന്ന ആളുകളെന്ന് പറയുകയും, പിന്നെ ഏതെങ്കിലും ആളുകൾ ഇവിടെ ഏറ്റവും അവസാനം വന്നു കയറിയവരാണെങ്കിൽ ആ വന്നു കയറിയവർ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് യൂറോപ്യന്മാരൊഴികെ വന്നതിൽ വെച്ച് ഏറ്റവും അവസാനം വന്നവരാരെന്ന് വെച്ചാൽ നിങ്ങളാണ് എന്ന് നമ്മൾ അവരോട് പറയുകയും ചെയ്യുകയാണ്. അതിന് പകരം ഇപ്പോൾ അവർ പറയുന്ന കാര്യം ഇവിടെയുള്ളവരെല്ലാവരും ഹിന്ദുക്കളാണ്, അഹിന്ദുക്കളില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കൊള്ളാലോ എന്ന് തോന്നും. പക്ഷെ ഇതിലൂടെ അവർ അർത്ഥം വയ്ക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന എല്ലാ സമുദായങ്ങളെയും ഈ ഹിന്ദു മതവുമായി ബന്ധമില്ലാത്ത മതങ്ങളെയും മതസങ്കല്പങ്ങളെയും അവരുടെ ആചാരങ്ങളെയും പോലും ബ്രാഹ്മണവൽക്കരിക്കുക എന്നുള്ളതാണ്. ഈ ബ്രാഹ്മണവൽക്കരണ പ്രക്രിയ പല നിലകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണ്യത്തിനോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി, ബ്രാഹ്മണരുടെ കുത്തക അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, ആ ബ്രാഹ്മണ്യം കൈവശം വയ്ക്കുന്ന ദൈവാധികാരങ്ങളെ അതേ രൂപത്തിൽ പിടിച്ചു വാങ്ങി അവർക്കെതിരെ തന്നെ പ്രയോഗിക്കുന്ന ആ കുത്തക അവസാനിപ്പിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ നവോത്ഥാന കാലത്ത് കണ്ടു. ഇതേ പ്രക്രിയ മറ്റൊരു തരത്തിൽ വികൃതമായി ഇവർക്കെതിരെ, ഇവരുടെ അധീശത്വത്തിനെ തകർക്കാനായിട്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചെയ്തതെങ്കിൽ, അധീശത്വം നിലനിർത്താനായിട്ട് ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയും സമുദായങ്ങളെ ഹിന്ദുത്വത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അടുത്തായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ വ്യക്തമാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ ഈഴവരും പുലയ സമുദായത്തിൽപ്പെട്ടവരുമൊക്കെ ആളുകളെ, ശാന്തി പഠിച്ച ആളുകളെ ക്ഷേത്രങ്ങളിൽ നിയമിക്കുകയുണ്ടായി. അന്ന് യദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദളിത് യുവാവിന് ജോലി കിട്ടുകയും കേരളത്തിലെ ആദ്യത്തെ ദളിത് ശാന്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മീഡിയകൾ അന്ന് കൊണ്ടാടുകയൊക്കെ ചെയ്ത സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് RSS ഉന്നയിച്ച ഏറ്റവും പ്രധാനമായൊരു അവകാശവാദം എന്ന് പറയുന്നത്, ഇവരെയെല്ലാം, ഈ അവർണരെയെല്ലാം ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനുള്ള പ്രാപ്തരാക്കുന്ന രീതിയിൽ പൂജാകർമ്മങ്ങൾ അഭ്യസിപ്പിച്ചതിൻ്റെ പാരമ്പര്യം ഞങ്ങൾക്കാണ് എന്നുള്ളതാണ്. അവരാണിത് പഠിപ്പിച്ചത്. അവർ നേതൃത്വം വഹിക്കുന്നതോ അവരുടെ ആളുകൾ നേതൃത്വം വഹിച്ചിരുന്നതോ ആയിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ യുവാക്കളെല്ലാം തന്നെ പഠിച്ചത് എന്നുള്ള വ്യാജമായ ഒരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ചരിത്രപരമായി തന്നെ ശരിയല്ല. കാരണം നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരു അദ്ദേഹം ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത്, ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആരാണ് ഇവിടെ പൂജ ചെയ്യുക ഇനി മുതൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരാൾ പറയുന്നുണ്ട്, അടുത്തൊരു പോറ്റിയുണ്ട്, ആ പോറ്റിയെ കൊണ്ടുവന്ന് നമുക്കിവിടെ പൂജകളെല്ലാം ചെയ്യിക്കാമെന്ന് പറയുമ്പോൾ ഗുരു പറയുന്ന കാര്യം, എങ്കിൽ പോയതെല്ലാം തിരിച്ചു എന്നുള്ളതാണ്.
പോറ്റിയെ കൊണ്ട് നിങ്ങൾ ക്ഷേത്രം പ്രതിഷ്ഠിച്ച് പോറ്റിയെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ നിങ്ങൾ ഏത് അശുദ്ധിയെയോ അയിത്തത്തെയുമാണോ അയിത്താചാരത്തെയുമാണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, ആചാരമെല്ലാം പോറ്റിയിലൂടെ തിരിച്ചു വരും. ഇതാണ് ഗുരു പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തി ഇത്തരത്തിൽ പൂജാരികളാക്കി വയ്ക്കുകയാണ്. അംബേദ്കറുടെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളുടെ തുടക്കകാലത്ത് നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അംബേദ്കറും ആളുകളെ പൂജ പഠിപ്പിക്കുകയും അതുവരെ പൂണൂലണിയിക്കുകയും അവരെ പുരോഹിതന്മാരാക്കുകയും ഒക്കെ ചെയ്യുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു കാലം അതിൻ്റെ പൂർവാശ്രമത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവർ 100-ലധികം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ പൗരോഹിതരെയും ഇവരുടെ ഇടയിൽ തന്നെ കണ്ടെത്തുന്നു. ഇവർ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണല്ലോ. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൽ നമ്മുടെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ജനാധിപത്യ സ്വഭാവത്തിലുള്ള ദേവസ്വം ബോർഡുകളുണ്ടാകുന്നു. ആ ദേവസ്വം ബോർഡിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച നേതാക്കന്മാർ അംഗങ്ങളായി വരുന്നു. ഇത് വലിയൊരു മാറ്റമാണ്. പ്രാക്കുളം ബാസി എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവ്, അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി വരുന്നു. ആ സമയത്ത് തന്നെ CPM-ൻ്റെ വളരെ പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാളായ പുനഃപ്രവയലാർ സമരത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളായ ചന്ദ്രാനന്ദൻ, അദ്ദേഹം ദേവസ്വം ബോർഡിൽ മെമ്പറായി വരുന്നു. അപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ പറയുന്ന ചന്ദ്രാനന്ദൻ റോഡ് എന്ന് പറഞ്ഞാൽ അത് സഖാവ് ചന്ദ്രാനന്ദൻ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ റോഡ് എന്നുള്ള അർത്ഥത്തിലാണ് ചന്ദ്രാനന്ദൻ റോഡ് എന്ന് പറയുന്നത്. ആ ദേവസ്വം ബോർഡ്, പ്രാക്കുളം ബാസിയും ചന്ദ്രാനന്ദനൊക്കെ ഉള്ള ആ ദേവസ്വം ബോർഡ് വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അത് 69 EMS മന്ത്രിസഭയുടെ കാലത്ത് രൂപീകരിക്കുന്ന ബോർഡാണ്. പിന്നീട് അച്യുതമേനോ മന്ത്രിസഭയുടെ സമയത്തും ആ ബോർഡ് തന്നെ 1971 വരെ തുടരുന്നുണ്ട്. ആ ബോർഡിൻ്റെ കാലത്തുണ്ടായ വളരെ പുരോഗമനപരമായ ചില തീരുമാനങ്ങൾ. ഇപ്പോൾ ഷർട്ടിട്ട് അമ്പലത്തിൽ കയറാമെന്നുള്ള തീരുമാനം എടുക്കുന്ന ആ ബോർഡാണ്. പക്ഷേ ഇപ്പോഴും നടപ്പായിട്ടില്ല. അതുപോലെ തന്നെ അവർണരായിട്ടുള്ള ആളുകളെ പൂജ പഠിപ്പിച്ച് അവരെ ശാന്തിക്കാരാക്കാമെന്ന് ആ ബോർഡ് തീരുമാനിക്കുകയും അത് ഇന്നത്തെ ശബരിമലയുടെ തന്ത്രിമാരായിട്ടുള്ള ഇന്നവർ യാഥാസ്ഥിതിക പക്ഷത്താണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ അവരുടെ പൂർവികർ പുരോഗമന പക്ഷത്തായിരുന്നു. ഈ പറയുന്ന കണ്ഠരര് ഫാമിലിയിൽ അന്നത്തെ കാരണവർ, അദ്ദേഹം അവർണരെയും ദളിതരെയും ഒക്കെ ജാതി നോക്കാതെ പൂജ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ ആചാര്യനായിട്ട് വരാമെന്ന് സമ്മതിക്കുകയും അവിടെ തിരുവല്ലയിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വെച്ച് ഇവരെ പൂജ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആദ്യമായിട്ടൊരു 10 പേരുടെ ബാച്ച് തുടങ്ങുകയും അതിൽ ദളിതരുണ്ട്, ഈഴവരുണ്ട്, നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പൂജ പഠിപ്പിക്കുകയും അവരുടെ ദേവസ്വത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി നിയമിക്കുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രമുണ്ട്. ഈ ചരിത്രം പിന്നീട് ആദിത്യൻ കേസിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന ആദിത്യൻ കേസിൽ ദേവസ്വം ബോർഡ് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർണരെ നാരായണ ഗുരുവിൻ്റെ കാലത്ത് തന്നെ അവർണർ ശാന്തിക്കാരാകുന്നൊരു കാര്യം. 2 ദേവസ്വം ബോർഡ്, നമ്മുടെ ഈ ദേവസ്വം ബോർഡുകൾ ജനാധിപത്യപരമായി സംഘടിപ്പിക്കപ്പെട്ട ദേവസ്വം ബോർഡുകൾ ജാതി നോക്കാതെ തന്നെ ഹിന്ദു മതത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ആളുകളെ പൂജ പഠിപ്പിച്ച് ദേവസ്വം ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരാക്കാൻ ശ്രമിക്കുകയും അവരെ നിയമിക്കുകയും പിന്നീട് പലപ്പോഴും പലതരത്തിലുള്ള പ്രാദേശികമായ എതിർപ്പുകളെ തുടർന്ന് അവരെ പിൻവലിച്ച് മറ്റ് ജോലികളിലേക്ക് അവർ നിയോഗിക്കുകയും ചെയ്യുന്ന രസകരമായ ദൗർഭാഗ്യകരവും കൂടിയായ ചരിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പോഴൊന്നും RSS ചിത്രത്തിലില്ല. പക്ഷേ 70-കൾക്ക് ശേഷം കേരളത്തിൽ RSSൻ്റെ പ്രവർത്തനം തുടങ്ങിയ ആദ്യത്തെ 3 വ്യക്തികളിൽ ഒരാളായ P. മാധവൻ എന്ന് പറയുന്ന ഒരാൾ, മാധവ്ജി എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ഒരാൾ, അദ്ദേഹം ജന്മന ബ്രാഹ്മണനല്ല, പക്ഷേ ഈ പറയുന്ന ക്ഷത്രിയരെന്നൊക്കെ അവകാശപ്പെടുന്ന ഇവിടുത്തെ പാരമ്പര്യമൊക്കെയുള്ള വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൂജ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അദ്ദേഹമാണ് ആലുവയിലെ തന്ത്രവിദ്യാപീഠം സ്ഥാപിക്കുന്നത്. പക്ഷേ ഈ തന്ത്രവിദ്യാപീഠത്തിൽ ഇന്ന് വരെ ഒരു അവർണനെയും പഠിപ്പിക്കാൻ ആ അർത്ഥത്തിൽ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അവർണ ശാന്തിക്കാരനെ അവിടുത്തെ രക്ഷാധികാരിയായിട്ട് നിയമിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇത് സർക്കാരിൻ്റെ ഗ്രാൻഡ് വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടേക്ക് പ്രവേശനങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജാതകം അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഷോഡശ സംസ്കാരങ്ങൾ പാലിച്ചിട്ടുള്ളവരുടെ മക്കളാണ്. ഷോഡശ സംസ്കാരങ്ങൾ പാലിച്ച് ഇതോളം ജീവിച്ച ഒരാളാണ് എന്നതിൻ്റെ സാക്ഷ്യപത്രവും കൊടുക്കണം. ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടെ ഗർഭത്തിലൊരു കുട്ടിയെ ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ തന്നെ തുടങ്ങുന്ന പൂജാ ചടങ്ങുകളിലൂടെ ആരംഭിക്കുന്ന ഒന്നാണ്. ഇത് അവസാനിക്കുന്നത് മരണത്തിൽ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അച്ഛനും അമ്മയും ബ്രാഹ്മണരാകണമെന്നതിന് വളച്ചു കെട്ടി പറയുന്ന പരിപാടിയാണിത്. ഈ നിയമങ്ങൾ പാലിച്ച് ഒരു അവർണനോട് അപേക്ഷ സമർപ്പിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ആ സമയത്ത് തന്നെ ധാരാളം ഈഴവ സമുദായത്തിലൊക്കെ ധാരാളം ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും ഹോമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന തന്ത്രിമാർ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ സിനിമാ നടൻ മനോജ് ഗജേൻ്റെയൊക്കെ മുത്തശ്ശൻ ഇത്തരത്തിൽ ഗോപാലൻ തന്ത്രി ഇത്തരത്തിലൊരു തന്ത്രിയായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ട്.
നാരായണഗുരുവിൻ്റെ കാലം മുതലേ ഉള്ളതാണ്. ഒരു ശങ്കരൻ പരദേശി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ട്, ഇവരുടെ ശിഷ്യന്മാരായിട്ടുള്ള കുറേ പേരുണ്ട്. ഇവരെയാണ് RSS 1980-കളിൽ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് അവിടെ ഇപ്പോൾ നിങ്ങൾ യുക്തിവാദികൾ പോയിട്ട് ഇവിടെ ഒരു പരിപാടി നടത്തണം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആലുവ അദ്വൈതാശ്രമം നിങ്ങൾക്കും പരിപാടി നടത്താൻ സാധിക്കും. ഞാൻ തന്നെ ഗാന്ധിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് CPIയുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയായ ജോയിൻറ്റ് കൗൺസിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിച്ച ഒരു പരിപാടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ പരിപാടി അവിടെ വെച്ച് നടക്കുന്നു, ഈ ആളുകളെ അവിടെ വിളിച്ചു കൂട്ടുന്നു. ഇവരെ ഞങ്ങളെ നിങ്ങൾ ബ്രാഹ്മണ വിധി പ്രകാരമുള്ള പൂജകൾ പഠിപ്പിക്കാം എന്ന് ഇവർക്ക് ഓഫർ ചെയ്യുകയും ഇവരെ പിന്നീട് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ പൂർണ്ണോൽവർത്തനത്തിൻ്റെ പാതയിലേക്ക് ഇവർ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് 1888 ബ്രാഹ്മണ്യ വിരുദ്ധമായി ആരംഭിച്ച ഒരു പൗരോഹിത്യ ധാരയെ 80-കൾക്ക് ശേഷം 90-കളായപ്പോഴേക്കും പരിപൂർണമായി ബ്രാഹ്മണ്യത്തിൻ്റെ തന്നെ ഒരു അനുകരണമാക്കിയോ അവരുടെ തന്നെ ഒരു ഭാഗമാക്കിയോ അവരുടെ പൂജകളെ അവരുടേതായ രീതിയിൽ ആവർത്തിക്കുന്ന ഒരു സംഘമാക്കിയോ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം വിജയിച്ച് കഴിഞ്ഞ ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഹ്മണ്യ വിരുദ്ധമായി ആരംഭിച്ച ഒരു പൗരോഹിത്യ പാരമ്പര്യം നമ്മളുടെ ഈ വളരെ പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പോലും ഏതാനും നാളുകൾ കൊണ്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി നമ്മൾ ആരും തന്നെ അറിയാതെ വൻതോതിൽ ബ്രാഹ്മണവൽക്കരിക്കുകയാണ്. അത് ഇപ്പോൾ ഈഴവ സമുദായത്തിന് ശേഷമുള്ള ധാരാളം ചെറിയ ചെറിയ സമുദായങ്ങളുടെയും ഒക്കെ മരണാനന്തര ചടങ്ങുകൾ, വിവാഹ ചടങ്ങുകൾ, അവരുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ആരാധനാലയങ്ങളിൽ, അവരുടെ കാവുകളിൽ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവർണമായ ഒരു ആരാധനാക്രമവും വിശ്വാസക്രമവും പൂർണ്ണമായും തച്ചു തകർത്തുകൊണ്ട് ബ്രാഹ്മണികമായ ഒരു ആരാധനാ ശൈലിയിലേക്ക് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സമുദായങ്ങളെയും ഇപ്പോൾ വളരെ ലളിതമായി മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയെല്ലാം പ്രമാണ ഗ്രന്ഥമായി ഇപ്പോൾ തന്ത്രസമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങൾ വരികയാണ്. ഇവിടെയെല്ലാം ദൈവം ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ് ഈ ക്ഷേത്രത്തിൽ ദൈവം എന്ന് പറയുന്നത് അവരുടെ പൂർവികരുടെ വിശ്വാസമൊന്നും അനുസരിച്ചല്ല, മറിച്ച് ഏതെങ്കിലും ഒരു ബ്രാഹ്മണർ നിർദ്ദേശിക്കുന്ന ആളുകൾ ജ്യോത്സ്യന്മാർ വന്ന് കവിടി വെച്ച് നടത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ നരബലി കാണും, നരബലി വാർത്തയാക്കും, അതൊരു ക്രൈമാണ്, അത് കാണും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അവർ ഒരു ആഭിചാരക്രിയയ്ക്ക് വിധേയമായി എന്ന് ചാനലുകളോട് പറയുന്നത് നമ്മൾ കണ്ടു. അത് നമ്മൾ കാണും. അതിനൊരു ക്രൈം എന്ന നിലയ്ക്ക് അഭിസംബോധന ചെയ്യാൻ നമുക്ക് സാധിക്കും, നമ്മൾ അതിനെതിരെ പ്രതികരിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിൽ നടക്കുന്ന വളരെ അടിത്തട്ടിൽ നടക്കുന്ന ഇത്തരം മാറ്റങ്ങളെ നമ്മൾ കാണാതെ പോകുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈഴവ സമുദായത്തിൽ ബ്രാഹ്മണിക വിരുദ്ധമായി ആരംഭിച്ച ഒരു ബ്രാഹ്മണാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ദൈവാധികാരത്തെ തിരിച്ചു പിടിക്കുന്ന പ്രക്രിയ ഒരു നൂറ്റാണ്ടിനുള്ളിൽ എങ്ങനെയാണ് ആസൂത്രിതമായി അട്ടിമറിക്കപ്പെട്ടത് എന്ന കാര്യമാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. ഇതുപോലെ ഏറ്റവും അടുത്തട്ട സമൂഹങ്ങളിൽ പോലും ഇതേ കാര്യം സംഭവിക്കുന്നു. പല നിലകളിൽ ആദിവാസികളുടെ ഇടയിൽ വനവാസി കല്യാണാശ്രമം പോലുള്ള RSS സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക അധിനിവേശം അത് അങ്ങേയറ്റം ഭീകരമായ ഒന്നാണ്. അവിടെയും ഇത്തരത്തിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവരുടെ ഗോത്രീയമായ ദൈവങ്ങളെ അവരെ നമുക്ക് ഒരു ഹിന്ദു മതത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് ഒരു അസ്തിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് ഇന്ത്യയിലെ ഒരു ആദിവാസി വിഭാഗങ്ങളും വിശ്വസിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തക കേന്ദ്രീകൃതമായ ഒരു മതത്തിൻ്റെ ഭാഗമോ മതാചാരങ്ങളുടെ ഭാഗമോ അല്ല, മറിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ വിശ്വാസങ്ങളും ആരാധനാക്രമങ്ങളും തന്നെ നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സമുദായത്തെയാണ് ഇവരുടെ പ്രകൃതി ശക്തി ആരാധനയെ വൈദികമായ വേദോക്തമായ പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരെ ഇങ്ങനെ ഹിന്ദുത്വവൽക്കരിക്കുന്ന ഒരു പരിശ്രമം തുടങ്ങി വയ്ക്കുന്നത്. നമുക്കറിയാം, വേദങ്ങളിൽ കാണുന്ന ദൈവങ്ങൾ, ഈ ദൈവങ്ങളെല്ലാം തന്നെ പ്രകൃതി ശക്തികളാണ്. ഇപ്പോൾ മഴ, അഗ്നി, കാറ്റ്, ഇതെല്ലാം ദൈവങ്ങളാണ്. അത് ദൈവങ്ങളാകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ എന്നേക്കാൾ മനോഹരമായി പറയാൻ സാധിക്കുന്നത് പോലെ ഈ പ്രകൃതി ശക്തികൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാലത്ത്, പ്രകൃതികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലത്ത് നമ്മൾ ദൈവങ്ങളായി കണ്ടവരാണ്. നമുക്ക് നല്ല ഒരു മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്ന
ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ മഴയോ ഈ പറയുന്ന വെയിലോ നമുക്ക് ദൈവങ്ങളല്ലാതായി മാറും. അവരോടുള്ള ഭയം നമ്മൾ കുറഞ്ഞുപോയി. സ്വാഭാവികമായും പ്രകൃതിയുടെ മേലെ മനുഷ്യൻ നേടുന്ന ഓരോ വിജയവും പ്രകൃതി തന്നെ ദൈവങ്ങളാണ് എന്ന് പറയുന്ന പ്രകൃതി ആരാധനയ്ക്ക് അവിടെ കോട്ടം സംഭവിക്കുകയും നമ്മളൊരു നാഗരികരായി മാറുന്ന സമയത്ത് തന്ത്രശാലിയായ യുദ്ധതന്ത്രജ്ഞനായ കൃഷ്ണനെ പോലുള്ള ദൈവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അവർക്ക് പ്രാബല്യം കൈവരുന്നു. അപ്പോൾ യുദ്ധോത്സുകമായ ദൈവങ്ങളുണ്ടാകുന്നത് മനുഷ്യർ കുറച്ചുകൂടെ പരസ്പരം പോരാടുന്ന ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ദൈവം തന്നെ പരിണമിച്ചു പോകുമ്പോൾ ഇവർ തന്നെ ഈ ബ്രാഹ്മണൻ തന്നെ തള്ളിക്കളഞ്ഞതോ ഉപേക്ഷിക്കപ്പെട്ടതോ പണ്ടത്തെ എന്ന് പറഞ്ഞത് നിരസിച്ചതോ ആയിട്ടുള്ള ദൈവസങ്കല്പങ്ങൾ, ആ ദൈവസങ്കല്പങ്ങളുടെ വ്യാഖ്യാനങ്ങളെ വീണ്ടും കൊണ്ടുവന്ന് അതിലേക്ക് ഏറ്റവും അടിത്തട്ട് ജനതയെ ആദിവാസികളെ കണക്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വം ഒരു അപകടകരമായ തത്വശാസ്ത്രമാണ്, രാഷ്ട്രീയ ആയുധമാണ് നമ്മൾ തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യണമെന്നുണ്ട്. ഈ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ എങ്ങനെ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ ഈ മനുസ്മൃതിയൊക്കെ പഠിച്ച് മനുസ്മൃതിയിൽ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അത് നമ്മളുടെ രീതിയാണ്. അത് ഒരു മാർഗങ്ങളിലൊന്നാണ്. ഈ തത്വശാസ്ത്രപരമായി ഹിന്ദുത്വവും ബ്രാഹ്മണിസവും എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അത്തരം ആശയാവലികളെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും ഉള്ളിടത്തോളം ആളുകളെ മാത്രം അവരുടെ മതത്തിൻ്റെ ഭാഗമായി കാണുകയും ബാക്കി എല്ലാ കാസ്റ്റുകളെയും ഔട്ട് കാസ്റ്റായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മുമ്പുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് കേവലം നമുക്ക് മനുസ്മൃതിയെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അതിന് മാത്രം പ്രതിരോധം തീർത്തുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ മറികടക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പുതിയ വ്യാഖ്യാനങ്ങൾ അവർക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു സ്ഥായിയായ ഒരാശയമില്ല. അവർക്ക് സ്ഥായിയായുള്ള ഏക ആശയം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണർ ഈ ഭൂമിയിലെ ദൈവങ്ങളാണ് എന്നുള്ളത് മാത്രമാണ്. ഈ ബ്രാഹ്മൺ സുപ്രീമസി എന്നതിൽ കവിഞ്ഞ് ആശയപരമായി മറ്റൊരു അടിത്തറയും അവർക്കില്ല. ബാക്കിയെല്ലാം ചേഞ്ചബിളാണ്. ബാക്കി എന്തിനു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഈ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ എന്തൊക്കെയാണ് ധർമ്മം, എന്തൊക്കെയാണ് അധർമ്മം എന്നുള്ളത്, ധർമാധർമ്മങ്ങളെ പറ്റിയുള്ളവരുടെ ചിന്തകളെല്ലാം തന്നെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ആ മാറ്റത്തിൻ്റെ പേരിന് അവർ പറയും ആപദ്ധർമ്മം എന്ന് പറയും. ബ്രാഹ്മണന് മാംസം കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിക്കാൻ പാടില്ല. പക്ഷെ കഴിക്കാൻ പറ്റുമോ എന്ന് ഒന്നും കൂടെ ചോദിച്ചാൽ പ്രളയ സമയത്തോ വരൾച്ചയുടെ സമയത്തോ കഴിക്കാം. അതെന്താണ്? ജീവൻ നിലനിർത്താൻ. അതൊരു ആപദ്ധർമ്മമാണ്. അതിന് ശ്രുതികളോ സ്മൃതികളോ ഒന്നും വിരുദ്ധമല്ല. ആപദ്ധർമ്മമാവാം. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ജീവൻ നിലനിർത്താൻ വേണ്ടി തന്നെയല്ലേ? അത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അവർക്കൊരു പ്രശ്നം, അതായത് അവർക്ക് എപ്പോഴാണോ പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ ഏത് വിശ്വാസത്തെയും മാറ്റിവെക്കാനുള്ള ലൂപ്പ് ഹോൾസ് ഉള്ള ഒരു ധർമ്മ വ്യവസ്ഥയാണത്. അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ആധുനിക യുഗം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റേതായ ഒരു കാലക്രമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ മനുഷ്യർക്കെല്ലാവർക്കും ഒരു വോട്ട്, ഒരു മനുഷ്യന് ഒരു മൂല്യം എന്നുള്ളൊരു വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ഈ വോട്ടിൻ്റെ മൂല്യവ്യവസ്ഥയിൽ രാഷ്ട്രീയാധികാരം കൈയാളാൻ എങ്ങനെ സാധിക്കുമെന്ന അന്വേഷണത്തിൻ്റെ പുറത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയധാരയിലേക്ക്, അവരെ പിന്തുണയ്ക്കുന്ന ഒന്നിലേക്ക് മറ്റെല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇണക്കിച്ചേർക്കുക എന്ന വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി അവരുടെ ആശയങ്ങൾ ഓരോ ദിവസവും അഴിച്ചുവിടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ വ്യാഖ്യാനം വരുന്നത്. ഇന്നലെ വരെ മുസ്ലിങ്ങൾ വേറെ ആ പറച്ചിൽ അവസാനിപ്പിച്ചു എന്നതിന് അർത്ഥമില്ല കേട്ടോ. അത് സമാന്തരമായി അവിടെ നടക്കും. ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം അവിടെ തന്നെ നടക്കും. വേദം പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിയമം വ്യാഖ്യാനിക്കേണ്ടത് ബ്രാഹ്മണരാണ് എന്ന് പറയുന്ന അവരുടെ വിശ്വാസങ്ങളെല്ലാം അവിടെ തന്നെ നിലനിൽക്കും. പക്ഷേ അതിന് സമാന്തരമായി ഇപ്പുറത്ത് മറ്റൊരു വാതിൽ കൂടെ അവർ തുറന്നു വയ്ക്കും. അത്തരത്തിൽ തുറന്നു വയ്ക്കുന്നൊരു വാതിലാണ് ഇന്ത്യയിൽ ആരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നോ അവരെല്ലാവരും തന്നെ ആരാണ്? അവരാരും തന്നെ അഹിന്ദുക്കളല്ല. ഇന്ത്യയിലുള്ളവരെല്ലാവരും ഹിന്ദുക്കളാണ് എന്ന വാദം. ഈ വാദം RSS മുന്നോട്ട് വയ്ക്കുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ സ്വതന്ത്ര സമുദായങ്ങളുടെ വാദം പ്രസക്തമാകുന്നത്. ഇനിയും കുറച്ചും കൂടി ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. ഈ ഈഴ സമുദായം മാത്രമല്ല, മറ്റേ ഓരോ സമുദായം എങ്ങനെയാണ്, ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽ തന്നെപ്പെട്ട ഓരോ വിഭാഗങ്ങളും എങ്ങനെയാണ് ഹിന്ദുത്വവൽക്കരിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു പോകാം. നിങ്ങൾ ഈ കാവ്യ നിറത്തിലുള്ള കൊടിയുമായിട്ട് ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും ഒരു അവർണ വിഭാഗം, പ്രത്യേകിച്ച് ആദിവാസി വിഭാഗം ബന്ധപ്പെടുന്നുവെന്ന്, സാമുദായികമായി ബന്ധപ്പെടുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. പക്ഷെ കേരളത്തിൽ തന്നെയുള്ള
മലയാരയ കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ടൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അതിൽ ക്രിസ്ത്യൻ മലയാരരുണ്ട്. അവർ പല കാരണങ്ങളെ കൊണ്ട് മുന്നോട്ട് പോയൊരു വിഭാഗമാണ് ഹിന്ദു മലയാരയ എന്ന് പറയുന്ന വിഭാഗം. ശബരിമലയുമായി ബന്ധപ്പെട്ടപ്പോൾ ഐതിഹ്യപരമായി ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും സമൂഹം തന്നെ വളരെ ശക്തമായി അവരുടെ ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ആ സമുദായം എത്രമാത്രം അടിത്തട്ടിൽ പോലും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അവരുടെ സമുദായത്തിൻ്റെ കൊടി വരെ കാവിക്കൊടിയാണ് ഇപ്പോൾ. അതല്ലാതെ ശബരിമല അയ്യപ്പനാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ എങ്കിൽ ശബരിമല അയ്യപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കറുപ്പ് നിറത്തിലുള്ള കൊടി ഞങ്ങളുടെ കൊടിയാക്കാമെന്നല്ല അവർ കരുതുന്നത്. അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ വസ്ത്രമായ നീല നിറം ഞങ്ങളുടെ കൊടിയാവാമെന്നല്ല കരുതുന്നത്. മറിച്ച് കൃത്യമായ ഒരു ഹിന്ദുത്വ പെനിട്രേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ കൊടിയായി വരുന്നത് RSSൻ്റെ കാവിക്കൊടിയാണ്. ഇത് കേരളത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളോട് തൊട്ട് അടുത്ത് നിൽക്കുന്ന നമ്മളുടെ നാട്ടിൽ നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തട്ട് ജനതയിൽ പോലും നടക്കുന്ന ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളായി നിങ്ങൾക്ക് ഇവരുടെ ഈ പതാകയെ കാണാം. അപ്പോൾ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നേയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയാണ് ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഒരു വാദം പ്രബലമാകുന്നത്. നേരത്തെ പറഞ്ഞ മാധവൻ്റെ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന വാദം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ സമയത്താണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ടവർ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തിൽ ആനുപാതികമായ പങ്കില്ല എന്ന് പറയുന്നു. അത് ശരിയാണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും ആനുപാതികമായ പങ്കില്ല എന്നുള്ളത്. പക്ഷേ ഹിന്ദു മതം എന്ന് പറയുന്ന ഒറ്റ മതമായി നിങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങൾ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ കയ്യിലാണ്. പക്ഷേ ഏത് ഹിന്ദു എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഈ സവർണരായിട്ടുള്ള കാസ്റ്റ് ഹിന്ദുസിന് മാത്രമാണ് അവരുടെയാണ് ഈ പ്രാതിനിധ്യം. അവർണരായിട്ടുള്ള ഈഴവർ തൊട്ട് താഴോട്ടുള്ള ഹിന്ദുക്കൾക്ക് യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യം ഇല്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ ഹിന്ദുക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടായതുകൊണ്ട് യാതൊരു കാര്യമില്ല. പ്രാതിനിധ്യം ഉണ്ടാവേണ്ടത് ആർക്കാണ്? അതിലെ ഈ പറയുന്ന സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം. ആ സമയത്താണ് മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ മുത്തശ്ശനാണ് മാധവൻ. അദ്ദേഹം SNDPയുടെ സംഘടനാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതുന്നത്. അതിലെ വാദഗതികൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈഴവർ ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല. ഈഴവർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സമുദായമാണ്. ഞങ്ങൾ ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ല, ഞങ്ങളൊരു സ്വതന്ത്ര സമുദായമാണ് എന്നുള്ളതാണ് അതിലെ വാദം. പൊതുവെ പറഞ്ഞാൽ ഈഴവർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സമുദായങ്ങളും സ്വതന്ത്രമായ പ്രത്യേകമായ സമുദായങ്ങളാണ് എന്നൊരു വാദഗതിയാണ് അവർ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്വതന്ത്ര സമുദായങ്ങൾ എന്ന് പറയുന്ന ഈ വാദം ഈ ഔട്ട്കാസ്റ്റ് ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥയ്ക്ക് പുറമെ നിൽക്കുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഹിന്ദുത്വത്തിന്, ഹിന്ദു മതത്തിന് എല്ലാം ദൈനംദിനം പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മാധവൻ പോലുള്ളവർ മുന്നോട്ട് വെച്ച സ്വതന്ത്ര സമുദായവാദത്തിന് മറ്റൊരു തരത്തിൽ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് എന്ന കാര്യം ഊന്നി പറയാനാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ ശ്രമിക്കുന്നത്. സമയക്കുറവ് മൂലം ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞതിൽ നിന്ന് 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കമാണ്. ചർച്ചകളുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിന് കൂടുതൽ പറയാം. സമയം അനുവദിക്കുമെങ്കിൽ, അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ചർച്ചകളുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ വാദങ്ങൾ പറയാമെന്ന് ശ്രമിക്കുന്നു. ഞാൻ വീണ്ടും പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, നമ്മൾ കേരളത്തെ സാമുദായികതയെ എതിർക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇപ്പോൾ ഗസയിൽ നടക്കുന്ന യുദ്ധം, ഈ ഇന്ത്യ മൊത്തം ലോകത്ത് എപ്പോൾ യുദ്ധം നടന്നാലും ഒരു വലിയ ശക്തിമാനായ ക്രൂരനായ ഒരു ശക്തി ഏറ്റവും ദുർബലനായ ഒരു ആളുകളെ കയറി അടിക്കുന്നൊരു സമയമായിരിക്കും അത്. ആ സമയത്ത് 2 പേര് നടത്തുന്ന യുദ്ധമാണ്, 2 പേരും ഹിംസയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താണ്, ഒരു തരത്തിൽ മനുഷ്യത്വരഹിതമായ ഒരു വാദമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പറയണമെങ്കിൽ ആർക്കാ സാധിക്കാമെന്ന് വെച്ചാൽ ഈ ഹോമോസാപ്പിയൻസ് നിരീശ്വരവാദികൾക്ക് മാത്രം പറയാൻ പറ്റുന്നൊരു വാദമാണത്. അപ്പോൾ കേരളത്തിലെ അത്തരം ആളുകൾ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, അതിൻ്റെ ലാസ്റ്റ് എൻ്റെ എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായൊരു ധാരണയുണ്ട്. അതിൻ്റെ ഏറ്റവും അന്തിമമായ പരിണിതി എന്ന് പറയുന്നത് ഇവരെ അങ്ങേയറ്റം വലതുപക്ഷത്ത് പോയി നിലയുറപ്പിക്കുന്നുള്ളതാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ
ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിഷ്പക്ഷരായിട്ടല്ല നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സാമുദായികതയെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ കാണാതെ ഈ കീഴ്ത്തട്ട് ജനതയും പ്രാതിനിധ്യമില്ലാത്ത ജനതയും ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയും സാമുദായികമായി അവരുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനെ ജാതീയതയായും മറ്റുള്ളവർ ആച്ഛാദിതമായി പറയുന്നതിനെ നമുക്കെന്താണ് അതിനെ പുരോഗമനപരമായ ഒന്നായും മനസ്സിലാക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാറിൽ സമുദായ നേതാവ് കയറിയാൽ നമുക്ക് പറയാൻ പറ്റും, അതേ സമുദായ നേതാവ് കയറി എന്ന് പറയാൻ പറ്റും. ഇവിടെ സമുദായം തന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ കാറിൽ ആര് കയറിയതിനെ പറ്റിയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് മന്ത്രിസ്ഥാനമുള്ളത്, MLA സ്ഥാനമുള്ളത്, ക്യാബിനറ്റിൽ പങ്കുള്ളത്, അവിടുത്തെ IAS കാരിലുള്ളത്, IPS കാരിലുള്ളത്, പോലീസിലുള്ളത്, പട്ടാളത്തിലുള്ളത്. ഈ സമയത്ത് സമുദായം അവിടെ കയറണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇതെവിടെ നമ്മൾ പറയുന്നതെന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഇതൊരു വലിയൊരു ചോദ്യമാണ്. ഇവിടെ പ്രബലമായ ഒരു മതവിഭാഗം തന്നെ സ്റ്റേറ്റായി മാറി ഇന്ന് മൂർത്തമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കാറിൽ കയറിയ വെള്ളാപ്പള്ളി നടേശനെ നമ്മളുടെ ആ ജന്മ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് വിചാരണ ചെയ്യാൻ പോകുന്നത്. അത് നമ്മളുടെ യഥാർത്ഥ ശത്രുവിനെ തോൽപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കല്ലെറിഞ്ഞ് നമ്മളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാമെന്നാണെങ്കിൽ നിങ്ങൾക്കതാവാം. പക്ഷേ അത് ആത്യന്തികമായി ഹിന്ദുത്വത്തിനും ഇവിടുത്തെ മതമേധാവിത്വത്തിനും ബ്രാഹ്മണ്യത്തിനുമുള്ള പോരാട്ടത്തിൽ നമ്മളെ എവിടെയും എത്തിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി.